ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടേതാകുന്ന അവദാനങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ വാഴ്ത്തലുകൾ പ്രവാചകനാകുന്ന എന്റെ ഉപ്പ മരണപ്പെട്ടു മുതൽ വല്ലാതെ അധികരിച്ചിരിക്കുകയാണ്. അതിനാണ് ഈ കരുനാഗപ്പള്ളി കണ്ട ഏറ്റവും വലിയ ജനസാഗരം സാക്ഷിയായിരിക്കുന്നത്. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടി ഈ സദസ്സ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൂടി ഈ സദസ്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയില്ലയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത നാട്ടിൽ നിന്നുകൊണ്ട് മദീനയിൽ നിന്നുകൊണ്ട് കടന്നുപോയ ബിലാൽ, ശാമിൽ പോയി താമസിച്ച ബിലാൽ സ്വപ്നത്തിലൂടെ കാണുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറയൻ മദ്ഹറുള്ള തമ്മായ നബി മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചക പുങ്കവന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുമ്പോ ഒരു മലക്കിനെ പടക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ ഒരു മലക്കിനെ അപ്പോൾ തന്നെ അല്ലാഹു പടക്കും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ മലക്ക് വന്നുകൊണ്ട് ആ സലാത്തിനെ എടുത്തുകൊണ്ട് അള്ളാന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ തിരുചാരത്തേക്കുമായി അത് കൊണ്ടുവന്നെത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വപ്നം കാണുമ്പോഴാണ് നബി തങ്ങൾ ബിലാലിനോട് ചോദിക്കുന്നത്, ജുഫൈതരി യാ ബിലാൽ, നീ എന്നോട് പിണക്കം വെച്ചോ ബിലാലേ, നീ എന്നോട് പിണങ്ങിപ്പോയോ ബിലാലെ, നിന്നെ കാണുന്നില്ലല്ലോ. ആര് ചോദിക്കുക? ഹബീബ് റസൂലുള്ളാഹി. ഒരു നെട്ടി ഉണരലായിരുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയിൽ കൂരിരുട്ടിനെ പകല് മാറ്റിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് ഓടുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടക്കുന്ന പുണ്യമാക്കപ്പെട്ട മദീന മുനവ്വറയിലേക്ക് കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് തന്റെ മുഖത്തെ റസൂലുള്ള കടക്കുന്ന ഖബർ ശരീഫിനോട് ചേർത്ത് വെച്ചുവെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാടുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അടക്കമുള്ളതാകുന്ന എത്രയെത്ര ആളുകൾ, എത്രയെത്ര സഹാബിയത്തുകൾ, എത്രയെത്ര സഹാബികൾക്ക് അത് താങ്ങാൻ സാധിച്ചിട്ടില്ല. നബി തങ്ങളുടെ വേർപാട് താങ്ങാൻ സാധിക്കാത്ത എത്രയെത്ര ആളുകളാണ് ചരിത്രത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാകുന്ന സഹാബത്തിന്റെ ചർച്ചകൾ ധാരാളം കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ പൊന്നുമകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ റസൂലുള്ളാഹിന്റെ വഫാത്ത് അറിഞ്ഞുകൊണ്ട് വാപ്പയുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് കൃഷിക്കാരനായ വാപ്പ തോട്ടത്തിൽ മഴവുമായി നിൽക്കുന്ന വാപ്പയുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുന്നു, ഉപ്പ തുവഫിയ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു ഉപ്പ, ഹബീബായ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു ഉപ്പ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ തൂമ്പ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതായ ആയുധം നിലത്തേക്ക് വെച്ചു വച്ചേ. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, തോട്ടത്തിലിരിക്കുന്ന സമയത്ത് മകൻ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായി. അല്ലാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതങ്ങോട്ട് കേട്ടപ്പോ വാപ്പ കയ്യിലിരിക്കുന്ന തൂമ്പ അങ്ങോട്ട് നിലത്ത് വെച്ചിട്ട് ദ്വാരക്കുകയാണ്. രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൻ വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ വിയോഗ വാർത്ത പറയുമ്പോ, റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയുമ്പോ ആ മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കുന്നില്ല. മരണവാർത്ത റസൂലുള്ളാഹിയുടെ വാർത്ത വന്നുകൊണ്ട് പറഞ്ഞതാകുന്ന മകന്റെ മുഖത്തേക്ക് പോലും വാപ്പ നോക്കാതെ ദുആ ചെയ്യുകയാണ്. اللهم يعمني حتى لا أرى بعد محمد أحدا. അല്ലാഹുവേ, പടച്ച റബ്ബേ, റസൂലുള്ളാഹി അവസാനമായി കണ്ടതാകുന്ന ഈ കണ്ണുകൊണ്ട് ഇനി ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിജാലത്തെയും എനിക്ക് കാണണ്ട അല്ലാഹ്. സുബഹിക്ക് ജമാഅത്തിന് റസൂലുള്ളാഹിയോടൊപ്പം പോയ വ്യക്തിയാണ് ഞാൻ. റസൂലുള്ളാഹിയോടൊപ്പം ജമാഅത്തായി
സ്വന്തമായി സുബഹി നമസ്കരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയതാകുന്ന വാർത്തയറിഞ്ഞ സ്വഹാബിയുടെ പ്രാർത്ഥനയാണ്. ആ നബി തങ്ങളെ അവസാനമായി കണ്ട ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് എനിക്ക് ഒരു മറ്റൊരു ഖൽഖിനെയും കാണണ്ട, മറ്റൊരു സൃഷ്ടികളെയും എനിക്ക് കാണണ്ട റബ്ബേ. അല്ലാഹുമ്മ ആമീൻ. പടച്ച റബ്ബേ, എന്റെ ഈ കാഴ്ച ശക്തിയെ നീ എടുത്തു കളയണേ അല്ലാഹ്. ദുആ ചെയ്ത് തീരേണ്ട താമസം അദ്ദേഹത്തിന്റെ കാഴ്ച എടുത്തു പോയെന്ന് സഹാബത്തുകൾ രേഖപ്പെടുത്തുമ്പോ റസൂലുള്ളാഹിയോട് ഇത്രത്തോളം മഹബ്ബത്ത് വെച്ച റസൂലുള്ളാഹിയുടെ മുൻപല്ലിൽ നിന്ന് ഏതോ ഒരു പല്ല് അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന പല്ല് രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് പൊട്ടിപ്പോയെന്നറിഞ്ഞ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു, ഖർൻ ദേശക്കാരനാകുന്ന ഉവൈസ് തന്റെ വായിലുള്ളതാകുന്ന മുഴുവൻ പല്ലുകളും കരിങ്കൽ കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോ റസൂലുള്ളാഹിന്റെ കാലക്കാരനായിരുന്ന ഉവൈസ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാത്ത ഉവൈസ്, റസൂലുള്ളാഹിയെ കാണാതെ ഉമ്മക്ക് ഖിദ്മത്ത് എടുത്ത ഉവൈസ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി തിരിച്ചിട്ട് പോലും കാണാൻ പറ്റാത്തതാകുന്ന രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ലിന് എവിടെയോ കേടുപാട് സംഭവിച്ചു എന്ന് വാർത്ത കേട്ടുകൊണ്ട് കയ്യിലിരിക്കുന്നതാകുന്ന കരിങ്കല്ലെടുത്ത് വെച്ചുകൊണ്ട് വായിലെ പല്ലുകൾ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തിന്റെ അനുരാഗത്തിന്റെ വർണ്ണനീതമാകുന്ന കഥകൾ നമുക്ക് പറഞ്ഞാൽ തീരുമോ? ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് തന്നെ ഖബറിന്റെ ഭാഗത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് ഒരു കൈ വന്നുകൊണ്ട് പുറയിൽ വന്ന് നിൽക്കുന്നത്. ഒരു കൈയാണ്, കുഞ്ഞു കൈയാണ്. നോക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളല്ലയോ, ഫാത്തിമ ബീവിയുടെ മക്കളല്ലയോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ ബിലാലേ, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണേ ബിലാലേ, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണേ ബിലാലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പറ്റൂല, എനിക്ക് കഴിയൂല. കാരണം നബിതങ്ങളില്ലാത്ത മണ്ണാണ്, ഹബീബായ നബിതങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഈ മണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് ഉറക്കെ ശബ്ദിക്കാൻ എനിക്ക് കഴിയൂല, എന്റെ മനസ്സതിന് കഴിയൂല എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബത്തിന്റെ നിർബന്ധത്തെ കാരണം ബഹുമാനപ്പെട്ട ബിലാൽ റബാഹ് റളിയല്ലാഹു തആല മസ്ജിദ് നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാ. ബാങ്ക് വിളിക്കാൻ വേണ്ടി പ്രത്യേകമായി സജ്ജരിക്കുന്ന മുഅദ്ദിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സജ്ജമാക്കി കൊടുത്തതാകുന്ന മിമ്പറിന്റെ പടവുകൾ കയറിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു സുന്ദരമാകുന്ന ബാങ്ക് മുഴക്കുകയാണ്. ആ ബാങ്കിന്റേതാകുന്ന വാക്കുകള് ഈ ലോകത്തെ നായകരുടെ കുര പോലെയാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇതര സമുദായത്തിലെ സുഹൃത്തുക്കളോട് സ്നേഹത്തോടുകൂടി കുമ്മനമസ്താദ് ഓർമ്മപ്പെടുത്തട്ടെ. അത് ഈ നാടിന്റെ ഐശ്വര്യമാണ്, അത് ഈ ലോകത്തിൻ്റെതാകുന്ന വിളക്കാണ്, അതൊരു പ്രകാശത്തിന്റെ ഗോപുരമാണ്, അതൊരു തീനാളമാണ്, അതൊരു സ്നേഹത്തിൻ്റെതാകുന്ന അണയ്ക്കാത്ത തീനാളമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ സുന്ദരമാകുന്ന ബാങ്കുലിയെ ഈ സമുദായത്തിന് വർത്തിച്ചിട്ടുള്ളത്. ലോകത്ത് മുൻകഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും നൽകാത്തതെന്നാണ് ബാങ്ക്. അത് മുത്തുനബിയുടെ സമുദായത്തിന് അള്ളാഹു നൽകിയതാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും കേട്ടോ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും കേട്ടോ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കേറി നിന്നുകൊണ്ട് സുന്ദരമായ ബാങ്കുലി അങ്ങോട്ട് മുഴക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വം പടച്ച റബ്ബാണെന്നുള്ള ഏറ്റവും സുന്ദരമാകുന്ന വചനം അങ്ങോട്ട് പറയേണ്ട താമസം മദീനയിലുള്ള സർവ്വപക്ഷികളും മുഴുവനും കളകൂജനങ്ങൾ പൊഴിക്കുന്നു നിർത്തിക്കൊണ്ട് എല്ലാവരും മൗനം അവലംബിക്കുകയാണ്. കാരണം പക്ഷികൾക്ക് പോലും രാഗം പാടാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു നല്ല പാട്ടുകാരനല്ല, ഇതൊരു സുന്ദരമായ ഗായകനല്ല, ഇത് റസൂലുള്ളാഹിയുടെ മുഅദ്ദിനാണ്, ഹബീബായ നബി തങ്ങളാണ് ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബാങ്കുലി അങ്ങോട്ട് കേട്ടപ്പോ മദീന മുഴുവനും നിശ്ചലമാവുകയാണ്, മദീന മുഴുവനും നിശ്ചലമാവുകയാണ്. എല്ലാ ജനങ്ങളും ഓടി വരുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്നവര്, വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നവര് വേഗം തന്നെ വസ്ത്രം മൂടിപ്പതിച്ചിട്ട് ഓടി വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നോ, നബി തങ്ങൾ തിരിച്ചു വന്നോ, നബി തങ്ങൾ ഹയാത്തിലൂടെ കടന്നു വന്നോ,
കടന്നു വന്നു. വല്ലാത്ത സ്നേഹമായി പോയി, എല്ലാവർക്കും വല്ലാത്ത അനുരാഗമായി പോയി. ഓടി വന്നതാകുന്ന സർവ്വ ആളുകളും പകുതി എത്തിയപ്പോൾ കേൾക്കുന്നത് റസൂലുള്ളാഹിയുടെ പേര് പറയുകയാണ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മൊഴിയിപ്പിക്കാൻ സാധിച്ചില്ല ബിലാലിന്. റസൂലുള്ളാഹിന്റെ പേരങ്ങോട് പറയുന്ന താമസം ഫസയഖ ബിലാൽ, പൊട്ടിക്കരന്നുകൊണ്ട് ബിലാൽ ബോധരഹിതനായി വീണു അത്രേ. ആരാണ് ബിലാൽ? ആരാണ് ബിലാൽ? കറുത്തവരിൽ കറുത്തവനായ ബിലാൽ. ഒരു കാലഘട്ടത്തിൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റേതാകുന്ന കൂട്ടര് ശത്രുവശം അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കിങ്കരന്മാർ അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് ചുട്ടുപഴുത്തതാകുന്ന കരിങ്കൽ ചീളുകൾ കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചിട്ട് കാലുകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹു അല്ലടാ ദൈവമെന്ന് പറയാൻ പറഞ്ഞപ്പോഴും വിളിച്ചു പറഞ്ഞു ബിലാൽ, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. കറുത്തവനായ ബിലാൽ, കറുത്ത ബിലാൽ, പക്ഷെ ഹൃദയം കറുത്തിട്ടില്ല. ഹൃദയം ഈമാൻ കൊണ്ട് തുടിപ്പാണ്, രോമാഞ്ചം കൊള്ളുകയാണ്. ആ രോമാഞ്ചം പോലും ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്കില്ലാതായി പോയല്ലോ. വേശ്യന ചെയ്തുകൊണ്ട് 2000-ന്റെയും 3000-ന്റെയും ലക്ഷക്കണക്കിന് രൂപകളുടെയും ക്രീമുകൾ വാങ്ങി മുഖത്ത് തേക്കുന്ന പെങ്ങളെ, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചെറുപ്പക്കാരെ, യോയോ പറഞ്ഞുകൊണ്ട് ഫ്രീക്കന്മാരുടെ കൂട്ടത്തിലേക്ക് കടന്നു പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കളിമാമാങ്കം കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ബിലാൽ ഇബ്നു റബാഹ് ഒരു ടിവി കണ്ടിട്ടില്ല, ബിലാൽ റബാഹ് ഒരു സിനിമ കണ്ടിട്ടില്ല. ബിലാൽ റബാഹ് ആകെ കണ്ടത് ലോകത്തിന്റെ നായകനെയാണ്. ആകെ മനസ്സിലാക്കിയത് ആ പ്രവാചകന്റെ അനുരാഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടപ്പോ ഫസയഖ ബിലാൽ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായിട്ട്. ഈ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ഒരു മഹബ്ബത്താണ്, മഹബ്ബത്താണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, നബിയേ, നബിയേ, എനിക്ക് എല്ലാ കാര്യത്തിലും മുൻപന്തി എത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ട്, അവിടുത്തോട് മഹബ്ബത്ത് വെക്കുന്നുണ്ട്. ഹബീബ